എപ്പോ തുടങ്ങി? 3 മണി. കുറെ ഉണ്ടല്ലോ. സംഭവമാണ്. കാര്യമില്ല. പുള്ളി വായിക്കണം, ഇഷ്ടപ്പെടണം, പുള്ളി തന്നെ കാശും മുടക്കണം. നമ്മുടെ ചെക്കപ്പങ്ങളല്ലേ, ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് നോക്കോ. അപ്പം ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഈ സിനിമ എന്നറിയിട്ട് വേണം നീയും ഞാനും നമ്മുടെ കുഞ്ഞും. പല്ലേക്ക് ഗർഭിണിയായി പോയി. അല്ല, അങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അനീഷേ, സത്യം പറ, നിന്റെ തലയ്ക്ക് വല്ല ഓളമുണ്ട്? ആത്മാവ്, പ്രേതം, ഭൂതം, ഇതല്ലാതെ വേറൊന്നും പറയില്ല നിനക്ക്? അതും ഷോർട്ട് ഫിലിമിന് പറ്റിയൊരു പേരും, മാർക്കോസിന്റെ മണക്കയാത്ര. പേരാണ് പ്രശ്നം. പേര് നമുക്ക് മാറ്റാന്നേ. അങ്കിളിന്റെ പേരങ്ങ് പറഞ്ഞു, അതൊക്കെ അല്ലേ? ഓക്കെ അല്ല. അല്ലേ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അനീഷേ, ഒരു സിനിമയാവുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം. അതെ, അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും വേണം. ഉണ്ടല്ലോ, സ്നേഹം, ബന്ധം. പണിയെടുക്കാൻ വന്ന അത് അനീഷേ, വെറുതെ ബാക്കിയുള്ളവൻ്റെ കയ്യിലെ കാശും സമയം കളയാനായിട്ട് ഓർത്തന്മാരെ ഇറങ്ങിക്കോളും. നീ ഓക്കെ? ആ എന്നാ സ്ഥലം വിട്. അനീഷേ, അല്ലെങ്കിൽ ഈ സിനിമ എന്നൊക്കെ പറയുമ്പോഴേ അനീഷേ, പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്,
കാര്യം നീ എൻ്റെ പെങ്ങടെ മോനൊക്കെ തന്നെ. പക്ഷേ മാമനും മച്ചാനൊക്കെ ഓഫീസിന് പുറത്ത്. മനസ്സിലായ? മമ്മിയുടെ ആളെ പോയി വെറുതെ അല്ല പപ്പ പറയണത്. സാറേ, എൻ്റെ ഒരു ഡിവോഷണൽ സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് അത് ചെയ്താലോ? നീ വീക്കിലി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അയച്ചാ? ഇന്നും അപമാനം. ആള് നല്ല ഹാപ്പിയാണല്ലോ. അതെ, ആളുടെ മൂഡ് എങ്ങനെയുണ്ട്? മൂടുകൊള്ള. എന്തെങ്കിലും കുറിച്ച് സംസാരിക്കാനായിരുന്നു. അത് മാത്രമാക്കണ്ട, പ്രമോഷനോട് ചോദിച്ചോ? ഓ എൻ്റെ ഗുരുവായൂരപ്പാ, തിരുപ്പുണ്ട്. ഹലോ സാർ. ഹലോ ശാലു, എത്ര നേരമായിട്ട് നിന്നെ ഞാൻ വിളിക്കും, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ എന്ത് ടെൻഷൻ അടിച്ചെന്ന് അറിയുമോ? ഞാൻ ഉറങ്ങിപ്പോയിരുന്നു മമ്മി. ആ പിന്നെ നിന്റെ ഒരു പകലോർക്കം. നീ എന്തോ അവിടെ കുറിക്കുന്നേ? ഞാൻ ചിപ്സാ. അപ്പൊ എന്തേ? ഓ, ഇപ്പോഴെങ്കിലും നീ ഒന്ന് ചോദിച്ചല്ലോ. ആ മനുഷ്യൻ പാവം, ഇത്ര നേരം നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് മമ്മി ചെയ്തു. ഒരുപാട് നേരം വിളിച്ചായിരുന്നോന്ന്? നീ ആ ഫോൺ എടുത്തൊന്ന് നോക്കി, എത്ര വട്ടം വിളിച്ചു. ശാലു, നീ മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്റെ ഒറ്റ കോളിന് നീ ഫോൺ എടുത്തോണ്ടിരുന്നത്. അതെങ്ങനെയാ? എന്റെ കൊച്ചിനെ മാറ്റി എടുത്തല്ലോ. ആ ചിപ്സും കഴിച്ചോണ്ട് നീ മൂള്. എന്നാ കൊച്ചേ നിന്റെ സ്കാനിങ് ഡേറ്റ്? സ്കാനിങ് ഡേറ്റ് 15 അല്ല 16. എനിക്ക് ഇതുപോലും അറിയത്തില്ലയോ ശാലു? ഇത് കുട്ടിക്കളിയാണോ? ഞാൻ മമ്മി പിന്നെ വിളിക്കട്ടെ. ആ ഇതേ ഞാൻ പറഞ്ഞത്, നീ ഒത്തിരി മാറിപ്പോയി. മമ്മിക്ക് ഭയങ്കര പരാതി കേട്ടോ, അനു ഒന്ന് വിളിക്കണില്ലെന്ന്. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒന്ന് വിളിച്ചുകൂടെ? അനു, ഇതെവിടെയാണ്? ഞാൻ പറഞ്ഞ വല്ലതും കേട്ടായിരുന്നോ? പറ, എന്താ പറഞ്ഞ? എൻ്റെ അനു, ഇവിടെ ഇപ്പം എന്താ എത്ര പ്രശ്നം? മൂപ്പര് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാനിട്ടാണോ? അല്ല വേണ്ട, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് നാട്ടിലെ PF ബ്രേക്ക് ചെയ്യാം. ഗൗരി ഖാൻ, സുപ്രിയ മേനോൻ, ശാലിനി അനീഷ്, എപ്പിടി നമുക്ക് ചെയ്യാന്നേ. എൻ്റെ ശാലിനി, നീ ഒന്ന് വെറുതെ ഇരുന്നേ. അതല്ല പ്രശ്നം, എനിക്കെന്തോ അങ്കിള് വിളിക്കുന്നൊരു തോന്നലുണ്ട്. ആ ബെസ്റ്റ്. അനു, നിന്റെ കഥ കൊള്ളാം, അതിൽ നിന്നേക്കാ കോൺഫിഡൻസ് എനിക്കുണ്ട് എന്ന് കരുതി ഇനി അയാളെടുത്ത് പോകണ്ട, എനിക്ക് താല്പര്യമില്ല. എൻ്റെ ശാലിനി, അതല്ല പ്രശ്നം, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹലോ അനീഷേ, ആങ്കിളെ, നീ എവിടാ? ഞാൻ ഫ്ലാറ്റിലുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ വരുമോ അങ്കിളെ? ഇപ്പം ഇറങ്ങാം. അങ്കിളുടെ പാർക്കിങ്ങിലല്ലേ? ഓക്കെ. അങ്കിൾ അഞ്ജുവിനെ വിളിച്ചായിരുന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൊച്ചുമോളല്ലേ ഇവിടെ ക്രിട്ടിക്കലായിട്ട് ICU കിടക്കുന്നേ. ഇത്ര നാളായിട്ടും അവളുടെ മുഖം പോലും കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് എത്തിക്സ് ഉണ്ടെന്നാ നിങ്ങൾ ഈ പറയണേ? അവൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ അനീഷ നിർത്ത്. സ്വന്തം ഭാര്യ പോയി 16 കൊല്ലമായിട്ടും ഞാൻ ഇവക്ക് വേണ്ടിയാ ജീവിച്ചത്. എന്നിട്ടും ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ എടാ, ഞാൻ അവർക്ക് അപ്പം മാത്രമായിരുന്നില്ലടാ. നീ ഒക്കെ അറിയാവുന്നല്ലോ. അറിയാ, അപ്പനായിരുന്നു, ഫ്രണ്ടായിരുന്നു, ശരിയാ. ഈ അപ്പനും ഫ്രണ്ടും ഒക്കെ മരിച്ചു പോയാലും അങ്ങനെ തന്നെയാ. ഇന്നിപ്പോ അവളും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആത്മാവിൻ
നുരയാൻ ഈ നേരം എൻ നെഞ്ചം വിങ്ങി വീഴും വേദന കാതങ്ങൾ പോയാലും നീ എനിക്കിൻ കുഞ്ഞു പൈതൽ നീ എന്നിൽ ശ്വാസമല്ലേ ദൂരയോ എൻ പാതിയേ ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു എങ്ങനെയുണ്ട്? പോരാ? ഇതോ പോരാ? ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇതോ? ആരാ ഇതൊക്കെ? കുമാരി. അപ്പന്റെ കുമാരി. അപ്പന്റെ കുമാരി ഇതല്ലേ? അത് പറയാൻ പറ്റില്ല. ഞാൻ നാളെ കെട്ടിപ്പോയ അപ്പനൊരു കൂട്ട് വേണ്ടേ? അപ്പനെ സെറ്റിലൊക്കെ അതാണ് എന്റെ സ്വപ്നം. എന്നാ അപ്പനൊരു സ്വപ്നമുണ്ട്. നമ്മുടെ ഇടവക്കാരൊക്കെ ഞെട്ടുന്ന പോലെ നല്ല വെള്ള ഗൗണൊക്കെ ഇട്ട് കയ്യിൽ ചുവന്ന ബൊക്കയൊക്കെ പിടിച്ച് ആ പള്ളിമുറ്റത്ത് എൻ്റെ കൊച്ചിങ്ങനെ ഒരു മാലാകയെ പോലെ ചക്കരപ്പന്തലിൽ എന്നാ എന്റെ സ്വപ്നം അതൊന്നും അല്ലെങ്കിലോ? ഒരു കതിർമണ്ഡപം കൊട്ടും കൊരവയൊക്കെ ആണെങ്കിലോ? അപ്പ ഇതൊക്കെ നോക്കി ചെയ്തൂടെ? അപ്പൻ എന്തിനാടി ഒരു കൂട്ട്? അപ്പൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീങ്ങ് വരത്തില്ല. അഞ്ചാറ് ദിവസമായി നീ എന്റെ മനസ്സമാനം കളഞ്ഞു. നിന്റെ ഒരു പാവം എടുത്തെടുത്ത് പൊട്ടിച്ചോളാം ഞാൻ. അങ്കിളെ, അഞ്ജുന്റെ കുഞ്ഞു പോയിട്ടോ? അഞ്ജു, നിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പ എനിക്ക് പോണം. ശരി, ഇറങ്ങിക്കോ. പിന്നെ നാളെ ഒരു കുഞ്ഞുണ്ടാവുമ്പോ തിരിച്ചു വരാമെന്ന് വിചാരിക്കണ്ട.
5-6 ദിവസം നീ എൻ്റെ മനസ്സമാനം കളഞ്ഞു. നിന്റെ ഒരു പാവം എടുത്തറിഞ്ഞ് പൊട്ടിച്ചള ഞാൻ. ആലും 4.5 വയസ്സുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു മനുഷ്യര് വെറുതെ വാശിയും വെച്ചിട്ട് എന്ത് കാര്യമല്ലേ ഉള്ളത്? അനീഷേ, അങ്ങളെ എടാ എനിക്ക് നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് നോക്ക്. ഞാൻ 2 മണിക്കൂർ മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു. വെളുപ്പിനാണ് ഫ്ലൈറ്റ്. നാലര വയസ്സുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൊച്ചുമോളല്ലേ ഇവിടെ ക്രിട്ടിക്കലായിട്ട് ICU കിടക്കുന്നേ? എൻ കുഞ്ഞേ നിന്തോരം കൺതുറക്കാതേറയായി ഈ നേരം എൻ നെഞ്ചം വിങ്ങി വീഴും വേദന കാതങ്ങൾ പോയാലും നീ എനിക്കിൻ കുഞ്ഞു പൈതൽ നീ എന്നിൽ ശ്വാസമല്ലേ ദൂരയോ എൻ പാതിയേ. ചിലപ്പോൾ അതങ്ങനെയാണ്. നമ്മൾ വയ്ക്കുന്ന വാശി നമ്മളെ തന്നെ തോൽപ്പിക്കും. അത് തിരിച്ചറിയുമ്പോഴേക്കും ചിലതെങ്കിലും നമുക്ക് നഷ്ടപ്പെടും. ജേക്കബിനെ പോലെ. തൻ്റെ കഥ എങ്ങനെ ജേക്കബിന് ജീവിതമായെന്ന് അനീഷിനും ശാലിനിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതും ഉത്തരമില്ലാത്തൊരു ചോദ്യമായി തുടരും.